30 വർഷത്തെ ഓർത്തോഡോണ്ടിക് പ്രാക്ടീസിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കേസ്. ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. എനിക്ക് വളരെ നന്ദിയുണ്ട്. ഡോക്ടറോട് എത്ര പറഞ്ഞാലും എൻ്റെ കടപ്പാട് തീരെയില്ല. എൻ്റെ മോള് നല്ല സുന്ദരിയായി വിവാഹം വന്നു. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ജനുവരി 21 എൻ്റെ ഓർത്തോഡോണ്ടിക് പ്രാക്ടീസിൽ 30 വർഷത്തെ ഓർത്തോഡോണ്ടിക് പ്രാക്ടീസിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കേസായിരുന്നത്. ഈ പേഷ്യൻ്റ് ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇവർക്ക് ചിരിക്കാൻ തന്നെ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ചിരിക്കാൻ. കാരണം അവർ ലോവർ ജോ കണ്ടമാനം ഫ്രണ്ടിലേക്ക് നിൽക്കണോ, അപ്രാച്ച തീരെ ബാക്കിലേക്ക് നിൽക്കണോ. ഇവർ കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സ് എല്ലാം ഓർത്തോഗ്നാറ്റിക് സർജറി അല്ലാണ്ട് വേറൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇല്ലെന്നുള്ളതായിരുന്നു എല്ലാവരും സജസ്റ്റ് ചെയ്തത്. എന്നാൽ സർജറിയുള്ള ഭയം മൂലം ഇവർ സർജറി ചെയ്യാൻ മടിച്ച് നിൽക്കുകയായിരുന്നു. ക്ലിനിക്കിൽ വന്ന് ഞാനൊരു CBCT സ്കാൻ ചെയ്യിപ്പിച്ചു. ആ സ്കാനിൽ എനിക്ക് മനസ്സിലായി ഒരു അപ്പർ ജോ തീരെ കൺസ്ട്രക്റ്റഡ് ആണെന്നുള്ളത് മനസ്സിലായി. എൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ച് ഞാനത് അപ്പർ ജോ എക്സ്പാൻഡ് ചെയ്യാനുള്ള MSC മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡ് എന്ന അപ്ലയൻസ് ഞാൻ അപ്പർ ജോ ശരിക്കും എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പോഴും അതിൻ്റെ വോളിയം കൂടി. അതുപോലെ ആ സമയത്ത് തന്നെ നമ്മൾ ഫേസ് മാസ്ക് എന്ന അപ്ലയൻസ് വെച്ച് എലാസ്റ്റിക് സഹായത്തോടെ അപ്പർ ജോനെ ഫ്രണ്ടിലേക്ക് പുള്ള് ചെയ്തു. അങ്ങനെ ഇതാണിപ്പോൾ അപ്പർ ജോ ഫ്രണ്ടിലേക്ക് വന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു 2-3 മാസം കൊണ്ട് തന്നെ അപ്പർ ജോ ഓൾമോസ്റ്റ് 3 to 4 മില്ലിമീറ്ററോളം നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ ബേസിസ് ട്രീറ്റ്മെൻറ്റ് സഹായത്തോടെ ലോവർ ആർച്ച് നേരെ ബാക്കിലേക്ക് വന്നു. ഇതാണ് നമ്മൾ ആ ഫൈനൽ ഫിനിഷിൻ്റെ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അവസാന സ്ഥിതിയാണ് ഈ കാണുന്നത്. അവരുടെ അപ്പർ ആർച്ചും ലോവർ ആർച്ചും ഓൾമോസ്റ്റ് കോർഡിനേഷൻ കിട്ടി. അപ്പോഴും അവരുടെ ആ ടീത്തിൻ്റെ ഡിസ്കളറേഷൻ, അതിന് ഇനാമിൽ തീരെ വീക്കാണ്. ആ ഡിസ്കളറേഷൻ മാറാൻ വേണ്ടി ടീത്ത് ഫ്രണ്ടിലെ മുൻവരിയിലും മേളത്തെ തടിയിൽ അപ്പർ ജോയിലും ലോവർ ജോയിലെയും ടീത്ത് ഫുൾ ക്രൗൺ ചെയ്തത് കവർ ചെയ്തു. അങ്ങനെ ഇതാണ് അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് സ്റ്റേജ്. ആ പേരൻസിൻ്റെയും പേഷ്യൻസിൻ്റെയും കോപ്പറേഷൻ കാരണമാണ് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയതും ഒരു സർജറി അവോയ്ഡ് ചെയ്തുകൊണ്ട്. എന്നാൽ സർജറി ചെയ്യുന്ന പോലെ തന്നെ റിസൾട്ട് എനിക്ക് സർജറി കൂടാതെ തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമസ്കാരം, എൻ്റെ പേര് PM അബ്ദുൽ ഖാദർ. ഞാൻ ഇരവരുപാട് മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇതെൻ്റെ മോൾ റസിയ. ഇവരുടെ പല്ലിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ജോജോ ഡോക്ടർ പറഞ്ഞിരുന്നു വളരെ കൃത്യമായിട്ട് ഇവരുടെ പല്ല് സാധാരണ ഷേപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ഒരു തോന്നിയിരുന്നില്ല. എങ്കിലും എൻ്റെ മകൾ എൻ്റെ ജീവൻ എന്നുള്ളതിലേക്ക് ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അവൾ സാധാരണത്വമുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമാപനത്തോടുകൂടി എന്ന് പറയാം അവൾക്ക് വിവാഹം വന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ജനുവരി 21 എൻ്റെ മകളുടെ വിവാഹം. അതിന് ബഹുമാനപ്പെട്ട ഡോക്ടർമാരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ അധികാരികളും ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. ഡോക്ടർക്കും ദൈവത്തിനും നന്ദി പറയുന്നു. ഞങ്ങളൊരു സുപ്രഭാതം എന്ന് വേണം പറയാൻ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളിങ്ങനെ പല്ലിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ജോജോ ഡോക്ടറെ അടുത്ത് പോയി. അവൻ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, മോളുടെ പല്ലൊന്ന് കൊണ്ടേ അവിടെ നിന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അതിന് മുൻകൈ എടുത്താൽ. അപ്പം ഞാൻ ഇക്കാട് പോലും പറയുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് എന്തായാലും പോകാം, എടാ നീയും കൂടെ എനിക്കൊന്ന് കൂട്ട് വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവന് പെട്ടെന്ന് അങ്ങോട്ട് അത് കുഴപ്പമില്ല, നമുക്ക് മൂട്ടാപ്പാടം തന്നെ പറയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഷെയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും അന്ന് നമുക്ക് എവിടെയാണെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ജോജോ ഡോക്ടറുടെ കൊണ്ടുപോയി. ആ ഒറ്റ പറച്ചിലിൽ തന്നെ ഞങ്ങൾക്ക് എൻ്റെ കൊച്ച് എത്രമാത്രം സുന്ദരിയാകാനുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ പെട്ടെന്ന്. പിന്നെ ആ ഡോക്ടറുടെ ഒരു വാക്ക്, പിന്നെ ഞാൻ ഒന്നിനും തട്ടിക്കാൻ നിന്നില്ല. എല്ലാം ഓക്കെ ആയിട്ട് ഒറ്റ അവധി പോലും നീട്ടാതെ ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി തന്നെ ദിവസങ്ങൾ കഴിച്ചു. എൻ്റെ മോള് നല്ല സുന്ദരിയായി. പല്ല് കണ്ടാൽ എനിക്ക് എൻ്റെ മറ്റുള്ള പിള്ളേരെ പോലെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അതിപ്പോഴാണ് എനിക്ക് സാധിച്ചത്. എനിക്ക് വളരെ നന്ദിയുണ്ട്. ഡോക്ടറോട് എത്ര പറഞ്ഞാലും എൻ്റെ കടപ്പാട് തീരെയില്ല.